വല്ല വണ്ടിക്കാരും പോയിരുന്നെങ്കിൽ അവരുടെ വണ്ടിയിലേക്ക് എടുത്ത് ചാടായിരുന്നു. എന്നിട്ട് അവരുടെ കാലോടിയും എന്റെ കൈ ഓടിയും. ചന്ദ്രനാ. കുറച്ച് കഴിഞ്ഞാ ഞങ്ങള് തെരുവുപട്ടികൾ തുടക്കം ഇട്ട് കൊടുക്കും, ബാക്കി പട്ടികൾ കൂടെ പിടിച്ചോ. നീ ആരടാ? ഞാൻ ഡോബർമാൻ. അങ്ങനെ പറഞ്ഞാൽ ചിഹ്നത്തെ കിട്ടൂല. അതിന്റെ പേര് പറ. എന്താ കരാട്ടയാ? കരാട്ട കാണിക്കുന്ന ആരാടാ? ജാക്കി ചാൻ. യെസ്, ഐ ആം ജാക്കി. ആ ആയിക്കോട്ടെ. നീ ഇപ്പൊ എന്തിനു വന്ന്? നിറത്തിന് വന്ന്. ഏത് നിറം? പച്ച നിറം. ഏത് പച്ച? കാട്ടുപച്ച. ഏത് കാട്? പട്ടിക്കാട്. ആ പട്ടിക്കാട് അവിടെ ഇരിക്കട്ടെ. നീ എന്റെ ഏരിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. നീ ആര്? നിന്റെ ഏരിയ ഞാൻ ആരാന്നറിയാവാ? സിനിമാ നടൻ കുട്ടികളുടെ വീട്ടിലെ പട്ടിയാടാ ഞാൻ. കുട്ടികളുടെ വീട്ടിലെ പട്ടിയാ? കുട്ടികൾ വരെ അവിടെ ബസ് ഇറങ്ങിയിട്ട് പട്ടികളെ പേടിച്ച് ഓട്ടോ വിളിച്ചാ എന്നിട്ടാണ് കുട്ടികളുടെ വീട്ടിലെ പട്ടികളെ പോടാ. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. എന്റെ അണ്ണനെ അങ്ങ് കൊച്ചാക്കിയാലുണ്ടല്ലോ. നല്ല ഫുഡൊക്കെ കിട്ടൂടാ അവിടെ? ഫുഡാ? ചിക്കൻ, മട്ടൻ, ബീഫ്, ഓംലേറ്റ്. ഇതെല്ലാം എനിക്ക് തിന്നല്ലേ? ഇല്ല, എല്ലാം അണ്ണൻ തിന്നും. എന്നിട്ട് എല്ലില്ലേ? എല്ല് തിന്ന. എല്ലൊന്നും തിന്നാൻ കിട്ടത്തില്ല. ആ എല്ല് വരെ കടിക്കും. എന്നിട്ട് അതിന്റെ ഒരു കുട്ടി എല്ലുണ്ട്, അതാണ് എനിക്ക് തിന്നാൻ തന്നെ. അതാണ് കുട്ടിയെങ്കിൽ. അതാണ് കുട്ടിയെങ്കിൽ. ഈ അവസ്ഥ എനിക്കറിയാം. ഞാൻ ഇതുപോലൊരു വീട്ടിൽ പോയി കുറച്ച് വിശന്നിട്ട് അപ്പൊ എന്റെ അടുത്ത് അവിടുത്തെ ചേച്ചി പറയുക, പോയി എലീനെ പിടി, പോയി എലീനെ പിടി, പോയി എലീനെ പിടിയെന്ന്. അതാരടാ? എലീന പഠിക്ക. ഇതേപോലെ ഫ്ലോർ കോമഡി അടിച്ച് ഇനി പോകുമോ ഇവിടെ? അത് സാറ് പറഞ്ഞിട്ടുള്ളത് ആർട്ടിസ്റ്റുകളുടെ അടുത്താ. നമ്മള് പട്ടികളാ. കുഴപ്പമില്ല, കേറിക്കോളൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ജീവിതം വെച്ച് നോക്കുമ്പോ എന്റെ ജീവിതം സ്വർഗമാടാ, സ്വർഗം. അതെങ്ങനെ? എന്റെ അണ്ണ ഇല്ലേ, അണ്ണ എനിക്ക് 25,000 രൂപയുടെ പട്ടിക്കൂടാണ് പണിതവിടെ വെച്ചേക്കുന്നത്. 25,000 കൊണ്ടുകൂടെ പട്ടിക്കൂടാ? എന്നാ ഞാൻ 25 ലക്ഷം രൂപയുടെ കൂട്ടിലാ കിടക്കുന്നത്. 25 ലക്ഷം രൂപ? ഒന്ന് പോടാ അവിടെ. എം.എൽ.എയുടെ ഫണ്ടിൽ നിന്നും വികസനത്തിലൂടെ പണിഞ്ഞ എം.എൽ.എയുടെ ബസ് സ്റ്റോപ്പിലാണ് ഞാൻ കിടന്നത്. അറിയാമോ? അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. എന്റെ അണ്ണൻ എന്നും എനിക്ക് തിന്നാൻ മേടിച്ചായിരുന്നു. എന്നറിയോ? പ്രീ ഡിഗ്രി. വീട്ടിൽ വളർത്തുന്ന പട്ടി തിന്നുന്ന സാധനത്തിന്റെ പേര് അറിഞ്ഞൂടാ. പട്ടികളുടെ മെയിൻ ഫുഡാണത്. പ്രീ ഡിഗ്രിയാ? അതെനിക്കറിയാം. അത് പീക്കിരി. നീ എന്നെ എന്നാക്കെ പറഞ്ഞാലും നീ തെരുവട്ടി തന്നെ, തെരുവട്ടി. അതെടാ, ഞങ്ങള് തെരുവട്ടികളാ. തെരുവ് പട്ടികൾ കുടമകളില്ല, പക്ഷെ തമ്മി തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ടാ. ഒറ്റക്കെട്ടാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെന്ത് ചെയ്യടാ? ബാക്കി എല്ലാരും ചത്തു. ചത്തല്ലേ, ചാവാലിപ്പെണ്ണെ ആരെങ്കിലും തല്ലിക്കൊന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ അടിച്ചു താക്കാൻ നോക്കല്ലേ. കന്നിമാസം വരുന്നേ. നീ കൂട്ടി കിടന്ന് 1, 2, 3, 4 കമ്പി എണ്ണുമ്പോ ഞാൻ എന്റെ കൂട്ടുകാരും കൂടെ ഗേൾ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കും. അങ്ങനെയാണ് ഒരു കാര്യം പറയട്ടെ. എടാ, ഒരാഴ്ചത്തേക്ക് നിന്റെ ഗസ്റ്റ് റോൾ ഞാൻ കളിച്ചോട്ടെ. നീ എന്റെ കൂട്ടി വന്ന് കിടന്നോ. കുട്ടികളുടെ വീട്ടിലല്ലേ എന്റെ പട്ടി വരും. എടാ, നിനക്കിപ്പോ ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലല്ലേ? ഗേൾ ഫ്രണ്ടാ? എന്റെ അണ്ണന് പോലും ഗേൾ ഫ്രണ്ട് ഇല്ല, പിന്നല്ലേ എനിക്ക്. സിംഗിളാണ്. സിംഗിളാന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. പക്ഷെ എനിക്കൊരു സംശയം. രാത്രി സമയമാകുമ്പോ ക്രിക്കറ്റ് കളിക്കാനാണ് അത് എങ്ങോട്ടാണോ ആവോ. എടാ, ഇങ്ങനെ കുറച്ചോണ്ടിരുന്ന ഇവിടെ ആരും പൈസ തരത്തില്ല. നീ വല്ല കൗണ്ടർ വല്ലതും കൊണ്ട് അടിക്കും. അതല്ല, ഭയങ്കര ദാഹം. ദാഹം ഇനി വെള്ളം കാണാനാ, എടുത്ത് കുടിക്കടാ. എടാ, കപ്പ് എടുത്ത് കോരി കുടിക്കാനാണ് കപ്പ്. എടാ, നീ കേട്ടിട്ടില്ലേ എന്നേത്? നായ നടുകടലിൽ ചെന്നാലും നക്കിയേ കുടിക്കാവൂ. അപ്പൊ പഴഞ്ചൊല്ല് കോമഡിയാണ് അടിക്കുന്നത്. ഒന്ന് കുറച്ച് മാറിയെന്നാടാ. ഇതെന്തുവാ? നീ കേട്ടിട്ടില്ലേ, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ വരുന്നില്ല, അവിടെ പട്ടി കയറിയിരിക്കും. ഓ, അങ്ങനെ. ബാറ്ററി കേറാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ആണോ കഷ്ടപ്പാട്? ചെലവന്മാരൊക്കെ ഇവിടെ ബാറ്ററി താന്നിട്ട് കരയുന്ന കാണണം. പട്ടി പോകുന്ന പോലെ പോകുന്നത്. അത് സത്യമാടാ. നീ എങ്ങനെ വീട്ടിൽ നിന്ന് ചാടി? വീട്ടിൽ നിന്ന് ചാടിയതാ? അണ്ണൻ വീട്ടിലില്ലേ? അണ്ണനൊക്കെ വീട്ടിൽ ഉണ്ടാ? ഇന്നെങ്ങനെ? അണ്ണനാണ് ഒരു പുതിയ ഷർട്ട് മേടിച്ചാൽ. ഷർട്ട് മേടിച്ചിട്ട് ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോയേക്കുവാ. മെഗാ ഷോ ആയിരിക്കും. മെഗാ ഷോ അല്ല, ആ ഷർട്ട് മേടിച്ച എന്റെ പട്ടി ഷോ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പട്ടികളും മനുഷ്യന്മാരൊക്കെ തമ്മിൽ ചില കാര്യത്തിനൊക്കെ സാമ്യത ഉണ്ടാ. എന്തില്ല? നീ പട്ടിയുടെ വേഷത്തിൽ വന്നാലേ ഡയലോഗ് മറക്കും, മനുഷ്യന്റെ വേഷത്തിൽ വന്നാലേ ഡയലോഗ് മറക്കും.
ഇവിടെ എന്തിനാണ് ഈ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നത്? ഇവിടെ വല്ല ആവശ്യമുണ്ടോ? അടുത്ത ഡയലോഗ് പറയാൻ വേണ്ടി ക്യൂ തന്നതാ. ഇവിടെ എനിക്കൊരു സംശയം. ഇവിടെ നിങ്ങൾ തെരുവട്ടികളൊക്കെ ഈ വഴിയെ പോകുന്നതിന്റെ മരുന്ന് നെഞ്ചത്തോട്ട് ഇന്ന് കയറി കടിച്ചു കൊടുക്കുന്നത്? ഞാൻ എല്ലാരും ചോദിക്കുന്നത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങാ. ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഇങ്ങനെ എല്ലാരും കടിക്കുന്നു കേട്ടിട്ടില്ലല്ലോ? ഇല്ല. ഇപ്പോഴല്ലേ കേൾക്കുന്നത്? ഇപ്പൊ ട്രെൻഡിങ്ങാ. കാരണം ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ ട്രെൻഡിങ്, ഓൺലൈൻ മീഡിയ. അതായത് ഇപ്പൊ ഞാൻ ഒരു പട്ടി ഒരു മനുഷ്യനെ കടിച്ചാൽ അടുത്ത ദിവസം ആ പട്ടി ഫേമസാ. ചാറാ. പിന്നെ എടാ, കേരളത്തിൽ ഏത് പട്ടിക്കാണ് സെലിബ്രിറ്റി ആവാൻ ആഗ്രഹമില്ലാത്തത്? നീ പറ. എന്റെ മുമ്പേ അല്ല വന്ന് ഞാനും കടിക്കും. ആൾക്കാരെ കടിച്ചിട്ടൊന്നും അല്ല സെലിബ്രിറ്റി ആകണ്ടേ. ഞാനും എന്റെ അണ്ണനും ഇടുന്ന പോലെ റീൽസ് ഇടുന്ന ഇൻസ്റ്റാഗ്രാമില്. അതെങ്ങനെ? എന്റെ അണ്ണന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. അഖിലിന്റെ ജാക്കി എന്ന് പറഞ്ഞ അക്കൗണ്ട്. ഞാൻ ഇടുന്ന റീൽസിന് ഇപ്പം എന്നാ വ്യൂവേഴ്സ് ഒന്നും അറിയാമോ? ഞങ്ങളുടെ അക്കൗണ്ടിന് 100K ആയി ഇപ്പൊ ഫോളോവേഴ്സ്. 100K? നിന്റെ അണ്ണന്റെ അക്കൗണ്ടിൽ എത്രയുണ്ട്? അണ്ണന് വെറും 100. വെറും 100? നിങ്ങൾ എന്ത് കണ്ടന്റാ ഇടുന്നേ? കണ്ടന്റാ? ഞാൻ രാവിലെ അയൽപക്കത്ത് വീട്ടിൽ പോകും. എന്നിട്ട് അവിടുത്തെ പത്രപേപ്പർ കടിച്ചോണ്ട് വന്ന് അണ്ണന് കൊടുക്കും. പിന്നെ അയൽപക്കത്ത് വീട്ടിൽ പോകും. അവിടുത്തെ പാൽ പാക്കറ്റ് കടിച്ചോണ്ട് വന്ന് അണ്ണന് കൊടുക്കും. എന്നിട്ട് ഒരു നാണോ മാനോ ഇല്ലാതെ ആ പാലും തിളപ്പിച്ച് കുടിച്ച് ആ പത്രവും വായിച്ചിരിക്കും. അതാണ് ഞങ്ങളുടെ കണ്ടന്റ്. നിങ്ങളുടെ യോഗം. യോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്കിന്നൊരു ബിരിയാണിക്കുള്ള കോളുണ്ട്. അതെന്തിനാ? ഇന്ന് അണ്ണനെ ഒരു പുതിയ ചെയിൻ വാങ്ങിച്ചിട്ടാ കോമഡി മാസ്റ്റേഴ്സ് പരിപാടി പോയേക്കണേ. പുള്ളി പുതിയ ചെയിൻ മേടിച്ച് കോമഡി മാസ്റ്റേഴ്സിലെ പരിപാടിക്ക് പോയി. നിനക്ക് എന്തിനാടാ ബിരിയാണി? ഇത് കണ്ട എന്റെ കഴുത്തെ കിടക്കുന്ന ഈ തുടലിൽ ഒരു കഷ്ടത്തിന്റെ ഇത് കണ്ണി വായിച്ചോട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടൊന്ന് പോയി. അറിയാവോ? എനിക്കുണ്ടല്ലോ, ഞാൻ തെരുവ് പട്ടിയാ. അതറിയാം. എനിക്ക് ഉടമകളില്ല. അറിയാം. അതുകൊണ്ട് എനിക്കും കൂടെ നിങ്ങളെ പോലെ ഈ സെലിബ്രിറ്റി ഇല്ലെങ്കിൽ അങ്ങനെ ആവാൻ പറ്റുമോ? ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് അമ്മ സംഘടനയിൽ എങ്ങനെയെങ്കിലും മെമ്പർഷിപ്പ് എടുക്കണം. സിനിമാ നടന്മാരുടെ സംഘടന അല്ലോടാ അമ്മ. അതിനകത്ത് നമ്മളെ പോലത്തെ പട്ടികൾ അങ്ങനെയുള്ള ആളുകളൊന്നും എടുക്കത്തില്ലടാ. ആര് പറഞ്ഞു? നമ്മൾ എത്ര സിനിമ അഭിനയിച്ച് റിംഗ് മാസ്റ്റർ, മൃഗയ, 777 ചാർജ്, ഇതെല്ലാം സൂപ്പർ ഹിറ്റ് അല്ലേ? നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. നമ്മളപ്പോ ആരെടുത്ത് അപേക്ഷിക്കണം? ആരെടുത്ത് അപേക്ഷിക്കണമെന്നോ? ദാണ്ടിരിക്കണം അമ്മയുടെ പ്രസിഡന്റ്. എന്റെ പൊന്നു ചേച്ചി, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു മെമ്പർഷിപ്പ് തരണം. മെമ്പർഷിപ്പ് തന്നില്ലേലും കുഴപ്പമില്ല. തിരിച്ചു പോകുമ്പോ 2 എല്ല് മേടിക്കാനുള്ള പൈസയെങ്കിലും തരണേ. ഇനിയെങ്കിലും ഒറ്റ മനുഷ്യൻ പറഞ്ഞല്ലോ എന്നെ ഒരു പട്ടിക്കും വേണ്ട. 2 പട്ടിക്കുട്ടികൾക്ക് വേണം. പക്ഷെ ഇനി ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? സത്യത്തിൽ എന്റെ വീട്ടിൽ പട്ടിയില്ല. എന്റെ വീട്ടിൽ പശുക്കുട്ടിയാ ഉള്ളത്. അതെ, കിങ്ങിണി. പക്ഷെ ഇനി അഥവാ ഒരു പട്ടിയെ വാങ്ങാൻ ചെന്നാൽ ആ പട്ടി എന്റെ കൂടെ വരൂല. കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വിഷയം. ഇതൊരു യാഥാർത്ഥ്യം പറഞ്ഞു. വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ എവിടെ പോണെന്നുള്ള കേസാണ്. ഇതറിയാം. രാത്രി 1 മണിക്ക് ടർഫ്. അത് ഒറ്റയ്ക്ക് എങ്ങനെ ക്രിക്കറ്റ് കളിക്കണത്? നിന്റെ ടർഫ് ഏതെങ്കിലും റബ്ബർ വളയിൽ ടർഫ് കിട്ടിയാ പോ. അതെ, നാട്ടിൽ ഓരോ പട്ടിയും നിങ്ങളുടെ ക്രിക്കറ്റ് കളി കാണുന്നുണ്ട്. ഇവിടെ ഷൂട്ട് കഴിയാൻ മൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയായിരിക്കും. അണ്ണ പോട്ടേണ്ണ എന്ന് പറഞ്ഞ ഭയങ്കര ധൃതിയാണ്. എന്നെ കൊണ്ട് 2 ചിക്കന്റെ കഷ്ണം അടിക്കാൻ സമ്മതിക്കൂല. വണ്ടി കയറാ പോടാ. നമ്മുടെ സംവിധായകനോട് എന്നോട് ക്രിക്കറ്റ് കളിക്കാൻ. നല്ലായിരുന്നു. എനിക്ക് ഒന്നാമത് ഈ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, ഡോഗ്സ് ഭയങ്കര റിലേറ്റഡ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ മോനിങ്ങനെ ഡയലോഗ് പറയുമ്പോ മറക്കുമ്പോ അവനത് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് തോന്നിയില്ല. അത് നിങ്ങളുടെ ആക്ടിന്റെ ഒരു ഭാഗം പോലെയാ തോന്നിയത്. ദാറ്റ് ഈസ് റിയലി ക്യൂട്ട്. വേറൊരു കാര്യം അറിയോ? ഇവരുടെ സ്കിറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് വേറെ ആരും പിടിക്കാത്ത വേറെ സ്ഥലങ്ങളും കൊണ്ട് അവന്മാർ വരുന്നത്. കഴിഞ്ഞതിന് IPL ഇരുന്ന് കാണും. ഇന്ന് പട്ടിക്കുട്ടി, അടുത്ത ഇട എപ്പോഴെങ്കിലും എന്റെ വീട്ടിലെ പശുക്കുട്ടിയുടെ അന്ന് പശുവിനെ കറക്കാൻ ഞാൻ വരും. ഇവനെ ഗോൾഡൻ റിട്രീവറിന്റെ ക്രോസ് ആട്ടോ. ഞാൻ അത് ഇത്ര നേരം ആലോചിച്ചു. ഇതല്ല, നാടൻ പട്ടി അല്ല ഇത്. ഇല്ല, ക്രോസ് അല്ല. ഒരു ഇന്റർനാഷണൽ ലുക്ക്. അത് ക്രോസ് ആയത്. അവളെ ചിന്ത എവിടം വരെ പോയി നോക്കി. കോസ്റ്റ്യൂമിലും അല്ല. നിങ്ങളുടെ കൊറേ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചിരിക്കരുത് എവിടെ പോയത്. വന്നാ നീ തിരിച്ചു. നല്ലൊരു സാധനം പറഞ്ഞു. അവരുടെ അപ്പൊ നമുക്ക് ഈ കൊരക്ക് എത്ര മാർക്ക് കിട്ടും, ബാറ്ററി എത്ര കേറും എന്ന് നമുക്ക് നോക്കാം. നാളെ ടൗണിൽ പോയിട്ട് പറയും ഇത് ഞാൻ കുറച്ചുണ്ടാക്കിയ പൈസയാണോ. അല്ലല്ല, എല്ലും കപ്പയും വാങ്ങിച്ചോ. ഇവിടെ ഈ ഫ്ലോറില് ചിലർക്കൊക്കെ പൈസ കുറയുമ്പോ അവർക്ക് ഒരു വിഷമം വരത്തില്ലേ? ഇവന്മാർക്ക്
എത്ര കിട്ടിയാലും സന്തോഷം. ഒരു പ്രശ്നവുമില്ല. കഴിഞ്ഞതിന് മുന്നേ തവണ 10,000 കിട്ടിയപ്പോഴും ഇതെന്താ അറിയോ, ഇവന്മാര് രണ്ടുപേരുടെയും ദുർഗുണ പരിഹാര പാഠശാല ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ട് ഇട്ടേക്കാണ് ഇവിടെ. ഇവരെങ്ങനെയാലും നന്നായിട്ട് തിരിച്ചു വന്നാൽ മതി. ഇത് കിട്ടുമ്പോ തന്നെ വീട്ടുകാർക്ക് സന്തോഷം. നന്നായി കണ്ടു വേണം. സൂപ്പർ. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി യെസ് 20,000 റുപ്പീസ് ആണ് യെസ് നമ്മൾ കൊടുക്കണ്ടേ. ഹാപ്പി ആയില്ലടാ. അപ്പൊ അടുത്ത തവണ അടുത്ത കോസ്റ്റ്യൂമിലും അടുത്ത ലുക്കിലും ഒക്കെ നിങ്ങൾ വരാം. ഉറപ്പായിട്ടും. ഓൾ ദി വെരി ബെസ്റ്റ്.